മൊഡ്യൂൾ 5ന്റെ അടുത്തൊരു പാർട്ട് സിസ്റ്റം എങ്ങനെ മോഡൽ ചെയ്യാമെന്നുള്ളതാണ്. സിസ്റ്റം മോഡൽ ചെയ്യാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ d square y of t divided by dt square plus 4 dy of t divided by dt plus 5 y of t which is equal to u of t. A system described by this differential equation where y is the output and u is the input of the system. ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിനെ മോഡൽ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ രണ്ട് ഇക്വേഷനിലേക്ക് മാറ്റണം. അതായത് സ്റ്റേറ്റ് ഇക്വേഷനും ഔട്ട്പുട്ട് ഇക്വേഷൻ ഫോർമാറ്റിലേക്ക് മാറ്റണം. ഇതൊരു മെട്രിക്സ് ഫോമിലാണ് നമ്മൾ ഇതിന്റെ ഈ ഇക്വേഷൻസ് എഴുതുന്നത്. സ്റ്റേറ്റ് ഇക്വേഷൻ എക്സ് ഡോട്ട് ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി യും ഔട്ട്പുട്ട് ഇക്വേഷൻ വൈ ഇസ് ഈക്വൽ ടു സി എക്സ് പ്ലസ് ഡി യു എന്നുള്ളതാണ്. സോ ആ ഫോർമാറ്റിലേക്ക് മാറ്റാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്തു. ഡി സ്ക്വയർ വൈ ഓഫ് ടി ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് 4 ഡി വൈ ബൈ ഡി ടി ഡി വൈ ഓഫ് ടി ഡിവൈഡ് ബൈ ഡി ടി പ്ലസ് 5 വൈ ഓഫ് ടി വിച്ച് ഇസ് ഈക്വൽ ടു യു ഓഫ് ടി. ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ വേരിയബിൾസ് ആയ വൈ ഓഫ് ടി, ഡി വൈ ഓഫ് ടി ഡിവൈഡ് ബൈ ഡി ടി, ഡി സ്ക്വയർ വൈ ഓഫ് ടി ഡിവൈഡഡ് ബൈ ഡി ടി ഇതിനെ എന്ത് ചെയ്യണം? സ്റ്റേറ്റ് വേരിയബിൾ വെച്ച് റീപ്ലേസ് ചെയ്യണം. അതിനുവേണ്ടി ഫസ്റ്റ് വൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് വൺ എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്തു. ലെറ്റ് വൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് വൺ. ഡി വൈ ഓഫ് ടി ഡിവൈഡ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് എടുക്കുകയാണ്. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് വണ്ണിന്റെ ഡെറിവേറ്റീവ് ആണ്, അതായത് ഡി എക്സ് ബൈ ഡി ടി ആണ് എന്ത്? എക്സ് ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഡി വൈ ഓഫ് ടി ഡിവൈഡ് ബൈ ഡി ടി ഇതിനെന്ത് ചെയ്യാണ്? ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. സോ എക്സ് ഡോട്ട് എന്ന് എടുക്കുക വിച്ച് ഇസ് ഈക്വൽ ടു അടുത്തൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യണം. അതായത് ഡി സ്ക്വയർ വൈ ഓഫ് ടി ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയർ ചെയ്യേണ്ടതായതുകൊണ്ട് ഇതിന് പുതിയ വേരിയബിൾ അസൈൻ ചെയ്യുന്നു, ദാറ്റ് ഈസ് എക്സ് ടു. ഇനി എന്ത് ചെയ്യാണ്? ഈ എക്സ് ടുയുടെ ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പോൾ എന്ത് കിട്ടും? എക്സ് ടു ഡോട്ട് കിട്ടും. അതിന്റെ മീനിങ് എന്താണ്? ഡി സ്ക്വയർ വൈ ഓഫ് ടി ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് അഗെയിൻ ദിസ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് ദിസ് വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ടു ഡോട്ട്. ഇങ്ങനെ വേരിയബിൾ അസൈൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ വേരിയബിൾസിനെ അല്ലെങ്കിൽ നമ്മൾ അസൈൻ ചെയ്ത വാല്യൂസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ ഡി സ്ക്വയർ വൈ ഓഫ് ടി ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയർ എന്തായി മാറും? എക്സ് ടു ഡോട്ട് പ്ലസ് 4 ഇൻറ്റു ഡി വൈ ഓഫ് ടി ഡിവൈഡ് ബൈ ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ടു. 4 ഇൻറ്റു എക്സ് ടു പ്ലസ് 5 ഇൻറ്റു വൈ ഓഫ് ടി എന്താണ്? എക്സ് വൺ വിച്ച് ഇസ് ഈക്വൽ ടു യു ഓഫ് ടിക്ക് യു എന്ന് അസ്യൂം ചെയ്യാം. ഇപ്പോൾ നമ്മൾ എക്സ് ടു ഡോട്ട് മാത്രമാണ് ഡോട്ടിന്റെ ടേംസിൽ എടുത്തിരിക്കുന്നത്. 4 ഇൻറ്റു എക്സ് വൺ ഡോട്ട് എന്ന് ഒരിക്കലും എഴുതരുത്. അതായത് ബാക്കിയുള്ള ടേമുകളെല്ലാം എക്സ് വൺ എക്സ് ടു എന്ന് പറയുന്ന വേരിയബിൾസിൽ വേണം നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഒരു ടേം മാത്രമാണ് എക്സ് ടു ഡോട്ടിൽ റെപ്രസെന്റ് ചെയ്യുന്നുള്ളൂ. എക്സ് ടു ഡോട്ട് പ്ലസ് 4 എക്സ് ടു പ്ലസ് 5 എക്സ് വൺ വിച്ച് ഇസ് ഈക്വൽ ടു യു. ഇതിൽ നിന്ന് വോട്ട് ഇസ് എക്സ് ടു എന്ന് പറഞ്ഞ് എഴുതണം. ഇതിൽ നിന്ന് എക്സ് ടു എങ്ങനെ കിട്ടും? ഈ ടേമിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. ദാറ്റ് ഈസ് യു മൈനസ് 4x2 minus 5x1 എന്ന് കിട്ടും. ആൻഡ് x1 ഡോട്ട് എന്ത് കിട്ടും? x1 ഡോട്ട് ഇസ് ഈക്വൽ ടു എന്താണ്? x21. സോ x1 ഡോട്ട് എന്താന്ന് കിട്ടി? x2 ഡോട്ട് എന്താണെന്ന് കിട്ടി. അപ്പൊ സ്റ്റേറ്റ് ഇക്വേഷൻ എഴുതാം. സ്റ്റേറ്റ് ഇക്വേഷൻ എക്സ് ഡോട്ട് ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി യു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ എത്ര വേരിയബിൾ എടുത്തു? രണ്ട് വേരിയബിൾ ആണ്, എക്സ് വണ്ണും എക്സ് ടു രണ്ട് വേരിയബിൾ ആണ് എടുത്തിരിക്കുന്നത്. സോ എ എക്സ് പ്ലസ് ബി യു എന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റേറ്റ് ഇക്വേഷൻ, എ എക്സ് പ്ലസ് ബി യു. അപ്പോൾ എക്സ് എന്താണ്? രണ്ട് വേരിയബിൾ എക്സ് വൺ എക്സ് ടു ആണ്. സോ നമ്മുടെ എക്സ് ഡോട്ട് എന്ത് തന്നെയായിരിക്കും? എക്സ് വൺ ഡോട്ട് എക്സ് ടു ഡോട്ട് ആയിരിക്കും. ഈ എക്സ് ഒരു 2 വേരിയബിൾസ് ആണ് എങ്കിൽ, എക്സ് വൺ എക്സ് ടു ആണെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്നത് ഒരു 2/2 മെട്രിക്സ് ആയിരിക്കും. പ്ലസ് ബി ഇൻറ്റു യു. യു എന്താണ് ഇവിടെ? യു ഓഫ് ടി. യു ഓഫ് ടിയെ യു ആയിട്ട് എടുത്തിരിക്കുന്നത് ബി ഇൻറ്റു യു എന്ന് പറഞ്ഞ് എഴുതാം. ഇനി ഇക്വേഷൻ എങ്ങനെ എഴുതും? എക്സ് വൺ ഡോട്ട് ഇസ് ഈക്വൽ ടു എക്സ് ടു ആണ്. എക്സ് വൺ ഡോട്ട് ഇസ് ഈക്വൽ ടു എക്സ് ടു മാത്രമാണ്. സോ നമുക്ക് ഈ സ്ക്വയർ മെട്രിക്സിനകത്ത് എന്ത് ചെയ്യണം? 0x1 പ്ലസ് 1 ഇൻറ്റു എക്സ് ടു. 0x1 പ്ലസ് 1 ഇൻറ്റു എക്സ് ടു എന്ന് പറയുമ്പോൾ എക്സ് ടു കിട്ടി. പ്ലസ് യുടെ ടേം ഇല്ല. സോ 0 ഇൻറ്റു യു ഓഫ് ടി. എക്സ് ടു ഡോട്ട് എന്താണ്? യു മൈനസ് 4x2 മൈനസ് 5x1. സോ എക്സ് വണ്ണിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? -5 ആണ്. എക്സ് ടുയുടെ കോഎഫിഷ്യന്റ് എന്താണ്? -4 ആണ്. സോ -5 -4 x1 x2 പ്ലസ് ഏത് ടേം കൂടെ ഉണ്ട്? യുടെ ടേം ഉണ്ട്. യുടെ ടേം എന്താണ്? 1 ആണ്. ഇതിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. സോ 1 ഇൻറ്റു യു ഓഫ് ടി എന്ന് പറഞ്ഞ് എടുത്തേണ്ടാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എ എന്ന് പറയുന്ന മെട്രിക്സ് എൻ ക്രോസ് എന്നാണ്. എക്സ് വൺ എക്സ് ടു രണ്ടാണ് എങ്കിൽ ഇത് 2/2 മെട്രിക്സ് ആയിരിക്കും. ഇനി ബി ഇൻറ്റു യു. ബി എന്ന് പറയുന്ന മെട്രിക്സ് എൻ ക്രോസ് എം ആണ്. എം എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇൻപുട്സ് ആണ്. ഇവിടെ ഇൻപുട്ട് എത്രയാണ്? 1 ആണ്.
n എത്രയാണ് 2 ആണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും 2 ക്രോസ് 1 ആയിരിക്കും ബി എന്ന് പറയുന്ന മെട്രിക്സ്. 2 റോസും 1 കോളവും ആയിരിക്കും. ഇനി അടുത്തത് ഔട്ട്പുട്ട് ഇക്വേഷൻ എഴുതാം. ഔട്ട്പുട്ട് ഇക്വേഷൻ y is equal to cx plus du ആണ്. y is equal to cx plus du. ഇവിടെ ഔട്ട്പുട്ട് y എന്താണ്? y is equal to എന്താണ്? x1. നമ്മൾ ആദ്യമേ വേരിയബിൾ എടുത്തിരുന്നു y is equal to x1. ഔട്ട്പുട്ട് y is equal to x1. സോ y is equal to വേരിയബിൾ ഓൾറെഡി x1 x2 നമ്മൾ ഫിക്സ് ചെയ്തുകൊണ്ട് രണ്ട് വേരിയബിളും എഴുതണം. സോ 1 into x1 plus 0 into x2. Therefore ഔട്ട്പുട്ട് y is equal to x1 എന്ന് പറഞ്ഞു കിട്ടും. ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെ മോഡൽ ചെയ്യണം എന്നുള്ളത്. ഇത് ടൈപ്പ് 1 ആണ്. ഈ മെത്തേഡ് ടൈപ്പ് 1 അറിയപ്പെടുന്നത്. സോ ഇതേപോലെ തന്നെ കുറച്ചുകൂടെ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ നോക്കാം. കൺസ്ട്രക്ട് ദ സ്റ്റേറ്റ് മോഡൽ ഫോർ എ സിസ്റ്റം characterized by differential equation d cube y by dt cube plus 6 d square y by dt square plus 11 dy by dt plus 6y plus u which is equal to 0. ഇതേപോലെ എന്ത് ചെയ്യണം? വേരിയബിൾ അസൈൻ ചെയ്യണം. ഫസ്റ്റ് വൈന് എന്ത് ചെയ്യണം? സ്റ്റേറ്റ് വേരിയബിൾ x1 കൊടുക്കണം. dy by dt which is dy by dt which is equal to എന്ത് കൊടുക്കണം? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. x1 ഡോട്ട്. അതുകൊണ്ട് തീർന്നില്ല, ഇനിയും നമുക്ക് വേരിയബിൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് പുതിയൊരു വേരിയബിൾ അസൈൻ ചെയ്തു, x2 എന്ന് കൊടുത്തു. ഇനി അടുത്ത് എന്ത് ചെയ്യണം? ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു x2നെ നമ്മളൊന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് x2 ഡോട്ട്. ഇനിയും ഒരു വേരിയബിൾ കൂടെ അസൈൻ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഇതിനെന്ത് ചെയ്യുന്നു? x3 അസൈൻ ചെയ്യുന്നു. ഇനി ഡി ക്യൂബ് വൈ ബൈ ഡി ടി ക്യൂബിന് എന്ത് കൊടുക്കണം? x3 ഡോട്ട് എന്ന് കൊടുക്കണം. ഇതിനെ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇനി പുതിയൊരു വേരിയബിൾ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. ഇനി ഈ അസൈൻ ചെയ്ത വാല്യൂസ് എല്ലാം നമ്മുടെ ഇക്വേഷനിൽ കൊടുക്കണം. എങ്ങനെ കൊടുക്കും? x3 ഡോട്ട് പ്ലസ് 6 ഇൻറ്റു ബാക്കി എല്ലാം x1 x2 x3 ടേംസിൽ വേണം റെപ്രസെന്റ് ചെയ്യാൻ. ഒരു ടേം മാത്രമേ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ഡോട്ടിൽ റെപ്രസെന്റ് ചെയ്യുള്ളൂ. സോ x3 ഡോട്ട് പ്ലസ് 6 ഇൻറ്റു x3 plus 11 into dy by dt x2 plus 6 into y എന്താണ്? y x1 plus u of t u തന്നെയായിട്ട് തന്നെ എടുക്കാം which is equal to 0. ഇനി x3 dot is equal to എന്താന്ന് പറഞ്ഞ് എഴുതണം? x3 dot is equal to ഇത്രയും ടേംസ് എന്ത് ചെയ്യും? റൈറ്റ് സൈഡിലേക്ക് പോകും. സോ മൈനസ് 6x1 മൈനസ് 11x2 മൈനസ് 6x3. ഇത് x1 x2 x3 ആ ഒരു ഓർഡറിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കാം. ഇനി ഇതിൽ നിന്ന് x1 നമുക്ക് x3 ഡോട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. 3 സ്റ്റേറ്റ് വേരിയബിൾസ് ഉണ്ട്. x1 x2 x3 ഉണ്ട്. സോ x1 ഡോട്ട് എന്ത് കിട്ടും? ഇതിൽ നിന്ന് x2 എന്ന് കിട്ടും. അതേപോലെ x2 ഡോട്ട് എന്താണ്? നമ്മുടെ അസൈൻ ചെയ്തതിൽ നിന്ന് x3 എന്ന് കിട്ടും. ഇപ്പൊ നമുക്ക് x1 ഡോട്ട് x2 ഡോട്ട് x3 ഡോട്ട് എന്താണെന്നറിയാം. സ്റ്റേറ്റ് ഇക്വേഷൻ എഴുതാം. സ്റ്റേറ്റ് ഇക്വേഷൻ എന്താണ്? x ഡോട്ട് ഇസ് ഈക്വൽ ടു a x പ്ലസ് b u ആണ്. x എന്താണ്? ഇവിടെ 3 വേരിയബിൾസ് ഉണ്ട്. x1 x2 x3 ഉള്ളത് കൊണ്ട് തന്നെ a എന്ന് പറയുന്ന മെട്രിക്സ് എന്തായിരിക്കും? ഒരു 3 ക്രോസ് 3 മെട്രിക്സ് ആയിരിക്കും. ഇത് 3 ആണെങ്കിൽ ഇത് എപ്പോഴും എന്തായിരിക്കും? ഒരു 3 ക്രോസ് 3 മെട്രിക്സ് ആയിരിക്കും. പ്ലസ് u എന്ന് പറയുന്നത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. സോ ഇതെന്തായിരിക്കും? 3 റോസും 1 കോളവും ഉള്ള ഒരു മെട്രിക്സ് ആയിരിക്കും. 3 ക്രോസ് 1 മെട്രിക്സ് ആയിരിക്കും. നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇനി എന്ത് ചെയ്യുക? നമ്മളുടെ കോഎഫിഷ്യൻസ് ഫില്ല് ചെയ്യുക. എ എന്ന് പറയുന്ന മെട്രിക്സിൽ എന്തായിരിക്കും? x1 ഡോട്ട് ഇസ് ഈക്വൽ ടു x2. അതായത് x2ന് മാത്രമാണ് എന്ത് വരിക? വാല്യൂ വരിക. ബാക്കി രണ്ടും എന്തായിരിക്കും? 0 ആയിരിക്കും. 0 x1 പ്ലസ് 1 x2 പ്ലസ് 0 x3 പ്ലസ് 0 u. അതേപോലെ x2 ഡോട്ട് എന്താണ്? x2 ഡോട്ട് ഇസ് ഈക്വൽ ടു x3. x3യുടെ കോഎഫിഷ്യന്റ് മാത്രം എന്ത് ചെയ്യുക? 1 ആക്കി വെക്കുക. ബാക്കി രണ്ടും എന്താവും? 0 ആവും. ഇനി x3 ഡോട്ട് ഇസ് ഈക്വൽ ടു എന്താണ്? minus 6x1 plus minus 11x2 minus 6x3 plus minus u ഉണ്ട് അല്ലെ? ഒരു മൈനസ് യു ഉള്ളത് കൊണ്ട് മൈനസ് 1 into u. ബാക്കി രണ്ട് ടേംസിലും യുടെ ടേംസ് ഇല്ല. സോ ഇറ്റ് വിൽ ബി 0. ഇനി ഔട്ട്പുട്ട് ഇക്വേഷൻ, ഔട്ട്പുട്ട് y is equal to നമുക്ക് ഒറ്റ ഇക്വേഷനേ ഉള്ളൂ. y is equal to എന്താണ്? x1 ആണ്. y is equal to x1. അപ്പോൾ y is equal to വേരിയബിൾ മാറുന്നില്ല. വേരിയബിൾ ഫസ്റ്റ് x1 x2 x3 അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്ത് തന്നെയായിരിക്കും? x1 x2 x3 ആയിരിക്കും. പക്ഷെ x1 മാത്രമാണ്. y is equal to x1. സോ 1 into x1. ബാക്കി രണ്ടും എന്തായി പോകും? 0 ആയി പോകും. ഇതേപോലെ അടുത്തൊരു ഇക്വേഷൻ നോക്കാം. ടൈപ്പ് 1ൽ തന്നെ വരുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. സിസ്റ്റം ഇസ് ഡിസ്ക്രൈബ്ഡ് ബൈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡി ക്യൂബ് എക്സ് ബൈ ഡി ടി ക്യൂബ് പ്ലസ് 3 d square x by dt square plus 4 dx by dt plus 4x which is equal to u1 of t plus 3 u2 of t plus 4 u3 of t. And y is equal to 4 dx by dt plus 3 u1. y2 is equal to d square x by dt square plus 4 u2 plus u3. ഇത്രയും ഒരു ക്വസ്റ്റ്യൻ ആണ്.
ഇനി എന്ത് ചെയ്യണം? നമ്മുടെ ആൻസറിലേക്ക് പോകാൻ വേണ്ടി ഫസ്റ്റ് വേരിയബിൾ അസൈൻ ചെയ്യണം. എക്സ് ഇസ് ഈക്വൽ ടു x1. ഇനി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു dx by dt which is equal to എന്ത് ചെയ്യുന്നു? ഇതിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു x1 ഡോട്ട്. അതുകൊണ്ട് നിൽക്കുന്നില്ല. സോ എന്ത് ചെയ്യണം? അതുകൊണ്ട് വേരിയബിൾസ് ഇനിയും വേരിയബിൾ നമുക്ക് അസൈൻ ചെയ്യാനുണ്ട്. സോ പുതിയ വേരിയബിൾ അസൈൻ ചെയ്യുന്നു, x2 എന്ന് കൊടുക്കുന്നു. ദെൻ d സ്ക്വയർ x by dt സ്ക്വയർ ഇസ് ഈക്വൽ ടു x2 ഡോട്ട് ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്തു വിച്ച് ഇസ് ഈക്വൽ ടു പുതിയ വേരിയബിൾ കൊടുക്കണം, എഗെയിൻ ചെയ്യാനുണ്ട്. സോ വിച്ച് ഇസ് ഈക്വൽ ടു x3. സോ d ക്യൂബ് x ഡിവൈഡ് ബൈ dt ക്യൂബ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? x3 ഡോട്ട് എന്ന് പറഞ്ഞ് കിട്ടും. ഇനി ഇതേപോലെ ഇതുപോലെയുള്ള നമ്മൾ അസൈൻ ചെയ്ത വാല്യൂസ് എല്ലാം എന്ത് ചെയ്യുക? നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ x3 ഡോട്ട് ബാക്കി എല്ലാം x1 x2 x3 ടേംസിൽ വേണം എഴുതാൻ. 3x3 plus 4x2 plus 4x1 which is equal to u1 plus 3u2 plus 4u3. അതുപോലെ തന്നെ എഴുതാം. ഇനി എന്ത് ചെയ്യുക? ഇതിൽ നിന്ന് x3 ഡോട്ട് എന്ത് കിട്ടും? ഇത്രയും ടേംസിന് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. x3 ഡോട്ട് കിട്ടും. ഇതിൽ നിന്ന് x1 ഡോട്ട് എന്താണ്? x1 ഡോട്ട് ഇസ് ഈക്വൽ ടു x2 ആണ്. അതേപോലെ x2 ഡോട്ട് എന്താണ്? x3 ആണ്. സ്റ്റേറ്റ് ഇക്വേഷൻ എഴുതാം. സ്റ്റേറ്റ് ഇക്വേഷൻ എഴുതാൻ വേണ്ടി 3 വേരിയബിൾസ് ഉണ്ട്, x1 x2 x3. x ഡോട്ട് ഇസ് ഈക്വൽ ടു ax പ്ലസ് b ഇൻറ്റു യു. നേരത്തെ ചെയ്ത പോലെ തന്നെ എ എന്ന് പറയുന്നത് 3 വേരിയബിൾസ് ഉള്ളത് കൊണ്ട് ഒരു 3/3 മെട്രിക്സ് ആയിരിക്കും. ഈ കോഎഫിഷ്യൻസ് എല്ലാം ഫില്ല് ചെയ്യുക. x1ന്റെ കൂടെ ഫസ്റ്റ് ടേമിന്റെ കൂടെ x1 ഡോട്ടിന്റെ കൂടെ x1 ഡോട്ട് ഇസ് ഈക്വൽ ടു എന്ത് മാത്രമേ ഉള്ളൂ? x2 മാത്രമേ ഉള്ളൂ. അപ്പൊ x2യുടെ കോഎഫിഷ്യന്റ് മാത്രം 1 ആവും. x2 ഡോട്ട് എന്ന് പറയുമ്പോൾ x3യുടെ കോഎഫിഷ്യന്റ് മാത്രമേ 1 ഉള്ളൂ. അതേപോലെ തന്നെ ബാക്കി രണ്ടും 0 ആവും. x3 ഡോട്ടിൽ വരുമ്പം -4 -4 -3 -4 -4 -3. ഇനി യുടെ ടേംസ് നോക്കിയാൽ ഇവിടെ നമുക്ക് u1 u2 u3 ഉണ്ട്. അപ്പം എന്ത് വരും? 3/3 മെട്രിക്സ് അഗെയിൻ വരും. u3 ഉണ്ട്, x1 x2 x3 3 ഉണ്ട്. സോ n ക്രോസ് m ആണ് നമ്മുടെ b എന്ന് പറയുന്ന മെട്രിക്സ്. 3x3 മെട്രിക്സ് വരും. പക്ഷെ ഇതിന്റെ കേസിലെല്ലാം 0 ആണ് അല്ലെ? യുടെ ടേം 0 ആയതുകൊണ്ട് ഇതെല്ലാം ടേം 0 ആയിരിക്കും. u3യുടെ കേസിൽ മാത്രം, അതായത് x3 ഡോട്ടിന്റെ കേസിൽ മാത്രമാണ് എന്ത് വരുന്നത്? u1 പ്ലസ് 3 u2 പ്ലസ് 4 u3യുടെ ടേം വരുന്നുള്ളൂ. ഇനി ഔട്ട്പുട്ട് ഇക്വേഷൻ എഴുതാൻ വേണ്ടി നമുക്ക് 2 ഔട്ട്പുട്ട് ഇക്വേഷൻ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. y is equal to 4dx by dt plus 3u1. y2 is equal to d square x by dt square plus 4u2 plus u3. സോ എന്ത് ചെയ്യണം? y1 is equal to again നമ്മൾ വേരിയബിൾ അസൈൻ ചെയ്ത് ഓൾറെഡി വേരിയബിൾ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ dx by dtക്ക് x2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അസൈൻ ചെയ്ത വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. d square x by dt square which is equal to x3 ഓൾറെഡി അസൈൻ ചെയ്ത വാല്യൂസ് കൊടുക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് x1 x2 x3 ടേംസിലുള്ള വാല്യൂസ് മാത്രമേ കൊടുക്കുള്ളൂ, ഡോട്ടിലുള്ള ടേംസുകൾ കൊടുക്കരുത്. എന്തുകൊണ്ടാണ്? y is equal to cx plus du എന്ന് പറയുന്ന ഫോമിലാണ് നമ്മൾ എഴുതേണ്ടത്, ഡോട്ട് ഫോം അല്ല. സോ എന്ത് വരുന്നു? y1 is equal to 4 into dx by dt which is equal to x2 plus 3 into u1. അത് അങ്ങനെ തന്നെ നിൽക്കും. y2 is equal to d square x by dt square which is equal to x3 plus 4u2 plus u3. And output equation y is equal to cx plus du ആണ്. cx plus du. x എന്താണ് വാല്യൂസ്? x1 x2 x3. അത് വൺസ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിലും നമ്മൾ അത്രയും വേരിയബിൾസ് തന്നെ എടുക്കണം. x1 x2 x3 ആണ്. ഇനി y-യുടെ ടേംസ് ഔട്ട്പുട്ട് എത്രയാണ്? 2 ആണ്. സോ ഇതെന്തായിരിക്കും? 2/3 ആയിരിക്കും. y is equal to cx plus du എന്ന് പറയുമ്പോൾ സിയുടെ ഡയമെൻഷൻ എത്രയായിരിക്കും? yക്ക് എത്ര y ഉണ്ടോ അത്രയും നമ്പർ വരും, അത്രയും റോസ് വരും. എത്ര നമ്പർ ഓഫ് സ്റ്റേറ്റ് മെട്രിക്സ് ഉണ്ടോ അത്രയും കോളംസ് വരും. 2/3 വരും ഇൻറ്റു x1 x2 x3. ഇതെങ്ങനെ ഫില്ല് ചെയ്യും? ഫസ്റ്റ് y1 is equal to 4x2. x2യുടെ കോഎഫിഷ്യന്റ് മാത്രം 4, ബാക്കി രണ്ടും 0 ആയിരിക്കും. പ്ലസ് 3u1. അതേപോലെ തന്നെ y2യുടെ കോഎഫിഷ്യന്റ് y2 എങ്ങനെ എഴുതും? x3 പ്ലസ് 4u2 പ്ലസ് u3 ആണ്. സോ x3യുടെ കോഎഫിഷ്യന്റ് മാത്രം 1 വരും, ബാക്കി രണ്ടും 0 ആയിരിക്കും. യും എങ്ങനെ തന്നെയാണ് വരുന്നത്? നമ്പർ ഓഫ് u എത്രയുണ്ട്? ഇവിടെ 3 ഉണ്ട്. ഔട്ട്പുട്ട് എത്രയാണ്? 2. സോ 2/3 ആയിരിക്കും നമ്മുടെ ഡി എന്ന് പറയുന്ന മെട്രിക്സ് വരുന്നുണ്ടാവുക. സോ ഡിയിൽ u1 ഏത് മാത്രമേ വരുന്നുള്ളൂ? y1ലാണ് നമ്മുടെ 3u1 വരുന്നത്. സോ u1ൽ 3 ഇൻറ്റു u1, u2 u3യും എന്തായി പോകും? 0 ആയി പോകും. ഇവിടുത്തെ കേസിൽ u2ഉം u3യിലും വാല്യൂസ് ഉണ്ട്. u2ന് എന്തുണ്ട്? 4 ഉണ്ട്, u3ക്ക് 1 ഉണ്ട്. ബാക്കി u1ന്റെ ടേം എന്തായി പോകും? 0 u1 പ്ലസ് 4 u2 പ്ലസ് 1 u3. അപ്പോൾ ഇത് ഒരു ഫൈനൽ
ഇക്വേഷൻ ആണ്. അതായത് നമുക്ക് എക്സ് ഡോട്ട് ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി യുയും വൈ ഇസ് ഈക്വൽ ടു സി എക്സ് പ്ലസ് ഡി യു എന്ന് പറയുന്ന ഫോം. അപ്പോൾ എ ബി സി ഡി 4 പാരാമീറ്റേഴ്സും എന്തുണ്ട് നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ടൈപ്പ് 1 അതായത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെ സ്റ്റേറ്റ് മോഡൽ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ് ഇത്. ഇനി ടൈപ്പ് 2 നോക്കാം. ടൈപ്പ് 2 എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ട് നമ്മളോട് എന്ത് പറയും, സ്റ്റേറ്റ് മോഡൽ ചെയ്യാൻ പറയും. ഇവിടെ നോക്കുക, g of s is equal to s square plus 3s plus 3 divided by s cube plus 2s square plus 3s plus 1. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു g of s അല്ലെങ്കിൽ ഔട്ട്പുട്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ വിച്ച് ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. ഔട്ട്പുട്ട് എന്താണ്, y of s ഡിവൈഡഡ് ബൈ ഇൻപുട്ട് r of s അല്ലെങ്കിൽ u of s. ഇതിന് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനോട് കൂടി ഒരു x1 of s കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതാൻ പറ്റും, 1 by s cube plus s2 s square plus 3s plus 1 into s square plus 3s plus 3 എന്ന് എഴുതാം. എന്നിട്ട് നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും, x1 of s by r of s എന്ന് പറയുന്ന ഒരു ടേമും അതേപോലെ തന്നെ y of s ഡിവൈഡ് ബൈ x1 of s എന്ന് പറയുന്ന ഒരു ടേമും എഴുതണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, x1 of s കൊണ്ട് മുകളിലും താഴെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ഇതിന് ഓരോ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. എന്നിട്ട് x1 of s ഡിവൈഡഡ് ബൈ r of s എന്ന് പറയുമ്പോൾ 1 by s cube plus 2s square plus 3s plus 1 എന്ന് പറയുന്ന ടേം എടുക്കണം. അതായത് x1 of s ഡിവൈഡ് ബൈ r of s, നമ്മുടെ ഒറിജിനലിൽ നമുക്ക് r of s ആണല്ലോ, r of s ഡിനോമിനേറ്ററിലാണല്ലോ. അപ്പൊ ഡിനോമിനേറ്ററിൽ ടേം വരുന്ന ടേം വേണം നമ്മൾ എടുക്കാൻ. ഡിനോമിനേറ്ററിൽ ഉള്ള ടേം, അതായത് എസ് ക്യൂബ് പ്ലസ് 2s സ്ക്വയർ പ്ലസ് 3s പ്ലസ് 1 എന്ന് പറയുന്ന ടേം വരുന്ന, അതായത് 1 ബൈ ഡിനോമിനേറ്ററിലാണല്ലോ വരുന്നത്, r of s ആണ് ഒറിജിനലി നമുക്ക് ഉള്ളത്. അങ്ങനെയുള്ള ടേംസ് എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകും. y of s ഡിവൈഡ് ബൈ x1 of s എന്ന് പറയുന്നത് എന്ത്, ന്യൂമറേറ്റർ y ആണല്ലോ നമ്മുടെ ഒറിജിനലി ഉള്ളത്, x നമ്മൾ ആഡ് ചെയ്തതല്ലേ. അപ്പൊ y ന്യൂമറേറ്റർ ആണ്. സോ ന്യൂമറേറ്റർ ടേം വരുന്നത് ഏതാണ്, s സ്ക്വയർ പ്ലസ് 3s പ്ലസ് 3 ആണ്. അങ്ങനെ രണ്ടാക്കി എഴുതുക, ഇക്വേഷൻ 1 ഇക്വേഷൻ 2 എഴുതുക. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്, ഫസ്റ്റ് ക്വസ്റ്റ്യനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. r of s is equal to s cube x1 of s plus 2 into 2s square into x1 of s plus 3s into x1 of s plus x1 of s എന്ന് എഴുതും. ഇനി എന്ത് ചെയ്യണം, ഇതൊരു ലാപ്ലേസ് ഫോമിലാണ് ഇരിക്കുന്നത്. ഇതിൽ നിന്ന് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കണം. r of s എന്തായി മാറും, r of t ആയി മാറും. s ക്യൂബ് എന്തായി മാറും, d ക്യൂബ് x1 of t ഡിവൈഡ് ബൈ dt ക്യൂബ്. അതുപോലെ s സ്ക്വയർ എന്തായി മാറും, d സ്ക്വയർ ബൈ dt സ്ക്വയർ ആയി മാറും. s ക്യൂബ് d ക്യൂബ് ഡിവൈഡ് ബൈ dt ക്യൂബ്. x1 of s ആണ് എന്തായി മാറുന്നത്, x1 of t ആയി മാറുന്നത്. അതേപോലെ 2 into d സ്ക്വയർ ബൈ dt സ്ക്വയർ ആണ് s സ്ക്വയർ. x1 of s എന്തായി മാറും, x1 of t ആയി മാറും. s എന്തായി മാറും, d ബൈ dt ആണ്. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കും. x1 of s x1 of t ആയി മാറും. ഹിയർ ഓൾസോ x1 of s x1 of t ആയി മാറും. അപ്പൊ നമുക്ക് ഇപ്പൊ എന്താ കിട്ടിയത്, ഇപ്പൊ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടി. അതായത് നമ്മുടെ ടൈപ്പ് 1 മോഡലിലേക്ക് മാറും. ഇനി എന്ത് ചെയ്യണം, ഇതിനെ വേരിയബിൾ അസൈൻ ചെയ്യണം. എങ്ങനെ, x1 of t ക്ക് x1 കൊടുക്കുക, d ബൈ ഡി ടി ഓഫ് x1 of t ക്ക് x2 എന്ന് കൊടുക്കുക, അതിനെ പുതിയ വേരിയബിൾ അസൈൻ ചെയ്യുക. d സ്ക്വയർ x1 of t ഡിവൈഡ് ബൈ dt സ്ക്വയറിന് x2 ഡോട്ട്, അതിന് പുതിയ വേരിയബിൾ x3 എന്ന് കൊടുക്കുക. d ക്യൂബ് x1 of t ഡിവൈഡ് ബൈ dt ക്യൂബിന് എന്ത് കൊടുക്കുക, x3 ഡോട്ട് എന്നും കൊടുക്കുക. അപ്പൊ x1 x2 x3 എന്ന് പറഞ്ഞ 3 വേരിയബിൾ ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യുക, ഈ വാല്യൂസ് എല്ലാം, ഈ വേരിയബിൾസ് എല്ലാം നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മുടെ ഈ കിട്ടിയ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, r of t is equal to x3 ഡോട്ട്, ബാക്കിയുള്ള ടേംസ് എല്ലാം x1 x2 x3 ടേംസിൽ റെപ്രസെന്റ് ചെയ്യണം ചെയ്തു. ഇനി വാട്ട് ഈസ് x3 ഡോട്ട് എന്നുള്ളത് കണ്ടുപിടിക്കുക. ഇത്രയും ടേമിനെ റൈറ്റ് സൈഡിലേക്ക്, മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോവുക. ഇനി ഇതിൽ നിന്ന് x2 ഡോട്ട് എന്താണ്, x1 ഡോട്ട് എന്താണ് എഴുതുക. x2 ഡോട്ട് എന്താണ്, x3 ആണ്, x1 ഡോട്ട് x2 ആണ്. സോ സ്റ്റേറ്റ് ഇക്വേഷൻ എഴുതാം, x1 ഡോട്ട് x2 ഡോട്ട് x3 ഡോട്ട് വിച്ച് ഇസ് ഈക്വൽ ടു എ മെട്രിക്സ് a ഇൻറ്റു x1 x2 x3. ഇതെന്തായിരിക്കും, ഒരു 3x3 മെട്രിക്സ് ആയിരിക്കും. ആൻഡ് u ഏത് ടേമിലാണ്, u എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 6 ആണ്. അത് ഏതിൽ മാത്രമാണ്, x3 ഡോട്ടിനോട് കൂടെ കോഎഫിഷ്യന്റ് 1 മാത്രമേ ഉള്ളൂ. ബാക്കി രണ്ടിന്റെ കേസിലും എന്താണ്,
ആർ ഇൻപുട്ട് എന്ന് പറയുന്നത് 0 ആണ്. സോ ആർ ഓഫ് ടി ഇവിടെ വേരിയബിൾ അസൈൻ ചെയ്യുക. ആർ ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്, യു ആണെന്ന് അസൈൻ ചെയ്യുക. സോ ഇൻറ്റു യു എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം, ഇൻറ്റു യു ഓഫ് ടി എന്ന് പറഞ്ഞ് എഴുതാം. ഇതാണ് സ്റ്റേറ്റ് ഇക്വേഷൻ. ഔട്ട്പുട്ട് ഇക്വേഷൻ എഴുതാൻ വേണ്ടി അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ തന്നിട്ടുണ്ട്, y ഓഫ് s is equal to x1 of s, y of s divided by x1 of s is equal to s സ്ക്വയർ പ്ലസ് 3s പ്ലസ് 3 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്കുണ്ട് അല്ലെ, നമ്മൾ ചേഞ്ച് ചെയ്ത് എഴുതിയപ്പോൾ ആ ഇക്വേഷൻ എടുക്കുക. ആ ഇക്വേഷൻ എടുത്തിട്ട് ഇതിനെ അഗെയിൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുക. എസ് സ്ക്വയർ എന്തായി മാറും, ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ, എസ് ഡി ബൈ ഡി ടി, then x1 of s, x1 of t, x1 of s, x1 of t, x1 of s, x1 of t ആയി മാറും. അതിനുശേഷം വേരിയബിൾ അസൈൻ ചെയ്യുക. ഇതെന്തായി മാറും, x1 of t x1 കൊടുക്കുന്നു. അടുത്ത d ബൈ ഡി ടി ആണെങ്കിൽ x1 ഡോട്ട് പുതിയ വേരിയബിൾ അസൈൻ ചെയ്യുന്നു x2, ഇനി x2 ഡോട്ട് വിച്ച് ഇസ് ഈക്വൽ ടു x3 എന്ന് കൊടുക്കുന്നു. ഇനി എന്ത് ചെയ്യണം, ഈ വേരിയബിൾസ് എല്ലാം നമ്മൾ y ഓഫ് ടിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. y ഓഫ് ടി ഇസ് ഈക്വൽ ടു x3 പ്ലസ് 3x2, 3 into x2 plus 3x1. So y is equal to ഓർഡറിൽ എഴുതിയെന്ന് മാത്രം 3x1 plus 3x2 plus x3. So മെട്രിക്സ് ഫോമിലേക്ക് മാറ്റുന്ന y is equal to 3x1 plus 3x2 plus x3. And this output equation and state equation together constitute state model of the system. ഈ സ്റ്റേറ്റ് ഇക്വേഷനും ഈ ഔട്ട്പുട്ട് ഇക്വേഷനും രണ്ടും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് സ്റ്റേറ്റ് മോഡൽ എന്ന് പറയുന്നത്. ഇത് ടൈപ്പ് 2 ആണ്, അതായത് ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെ സ്റ്റേറ്റ് മോഡൽ ചെയ്യാവുന്നുള്ളത്. ഇത് കുറെ തവണ KTU യൂണിവേഴ്സിറ്റിയിൽ ചോദിക്കുന്നതാണ് ഇങ്ങനെ ഒരു മെത്തേഡ്. ഇനി ഇതേപോലെ തന്നെ നമുക്കൊരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നെ ടൈപ്പ് 3 മെത്തേഡാണ്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് തന്നിരിക്കുന്നത്, പക്ഷേ ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ ഫാക്ടറൈസ് ചെയ്താണ് തന്നിരിക്കുന്നത്. അങ്ങനെ തരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡിൽ വേണം അത് ചെയ്യാൻ. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു, y of s divided by u of s. A feedback system has a closed loop transfer function y of s by u of s is equal to 10 into s plus 4 divided by s into s plus 1 into s plus 3. Construct the state model of the system and give block diagram representation of the system. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. സോ നമുക്ക് തന്നിരിക്കുന്ന ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്, ഫാക്ടറൈസ് ചെയ്ത് തന്നിരിക്കുകയാണ്. ഇതിനെ എന്ത് ചെയ്യണം, പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡിൽ വേണം ചെയ്യാൻ. പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് ചെയ്യാൻ വേണ്ടി a by s plus b by s plus 1 plus c by s plus 3 എന്ന് പറഞ്ഞെഴുതുന്നു. അതിനുശേഷം എ ബി സിയുടെ വാല്യൂസ് കണ്ടുപിടിക്കുന്നു. ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് എ ബി സി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ചെയ്തത് എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി എ വാല്യൂ കാണാൻ എസിന്റെ എപ്പോഴാണ് 0 ആവുന്നത്, എസ് 0 ആകുമ്പോഴാണ്. സോ എസിന് ഇതിനെല്ലാം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എയുടെ വാല്യൂ കിട്ടും. ഇവിടെ ബിയുടെ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എസിന് ഏത് വാല്യൂ ഇടുമ്പോഴായിരിക്കും 0 ആവുന്നത്, -1 ഇടുമ്പോഴാണ്. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ എസിന് -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക, അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ബിയുടെ വാല്യൂസ് കിട്ടും. സി കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം, എസിന് -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ടേം 0 ആവുന്നത്. സോ സി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ എസിന് എന്ത് ചെയ്യാം, -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പല മെത്തേഡ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ ചെയ്യാം. അപ്പോൾ എ ബി സി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എ ബി സി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ചെയ്തിട്ട് ഈ യു ഓഫ് എസിനെ കൊണ്ട് എല്ലാ ടേമിലേക്കും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ എ നമുക്ക് 40/3, ബി -15, സി 5/3 എന്ന് കിട്ടിയിട്ടുണ്ട്. മൾട്ടിപ്ലൈ ചെയ്യുന്നു യു ഓഫ് എസിനെ ഓരോ ടേമിലേക്കും, അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ y ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഈ ടേമിനോട് കൂടി യു ഓഫ് എസ്, അടുത്ത ടേമിനോട് കൂടി യു ഓഫ് എസ് വന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ടേംസിനെ, അതായത് 40/3 ബൈ എസ് ഇൻറ്റു യു ഓഫ് എസിന് നമ്മൾ x1 ഓഫ് എസും -15 ബൈ എസ് പ്ലസ് 1 ഇൻറ്റു യു ഓഫ് എസിന് x2 ഓഫ് എസും, അതേപോലെ തന്നെ 5/3 ബൈ എസ് പ്ലസ് 3 ഇൻറ്റു യു ഓഫ് എസിന് x3 ഓഫ് എസ് ആയിട്ടും എടുക്കുന്നു. അപ്പം നമ്മുടെ y ഓഫ് എസ് എന്താണ്, x1 ഓഫ് എസ് പ്ലസ് x2 ഓഫ് എസ് പ്ലസ് x3 ഓഫ് എസ് എന്ന് എഴുതുന്നു. ഇനി ഈ ഒരു ടേമിന് എടുക്കുന്നു, ഫസ്റ്റ് ടേം, അതായത് എന്താണ്, x1 ഓഫ് എസ് ഇസ് ഈക്വൽ ടു 40/3 ബൈ എസ് ഇൻറ്റു യു ഓഫ് എസ്. ഇനി ഇതിനെ എന്ത് ചെയ്യണം, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. എസ് ഇൻറ്റു x1 ഓഫ് എസ് ഇസ് ഈക്വൽ ടു 40/3 ഇൻറ്റു യു ഓഫ് എസ്. ഇനി ഇതിനെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു ഇക്വേഷൻ, അതായത് എസ് ചെയ്യുമ്പോൾ എന്ത് വരും, ഡി ബൈ ഡി ടി x1 ഓഫ് ടി ഇസ് ഈക്വൽ ടു 40/3 ഇൻറ്റു യു ഓഫ് ടി. ഇനി എന്ത് ചെയ്യണം, ഇതിൽ വേരിയബിൾ അസൈൻ ചെയ്യണം. വേരിയബിൾ അസൈൻ ചെയ്യാൻ എന്താണ്, ചെറിയ വേരിയബിൾസ് ആണ്. അതായത് x1 ഓഫ് ടി x1 കൊടുക്കുന്നു. അപ്പൊ ഡി ബൈ ഡി ടി ഓഫ് x1 ഓഫ് ടി എന്ന് കിട്ടും, x1 ഡോട്ട് എന്ന് കിട്ടും. അപ്പൊ x1 ഡോട്ട് എന്താണ്, 40/3 ഇൻറ്റു യു ഓഫ് ടി. അത് നമ്മുടെ ഫസ്റ്റ് ടേം കിട്ടി, x1 ഓഫ്
x1 ഡോട്ട് കിട്ടി. ഇനി x2 ഡോട്ട് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? അടുത്ത ടേം ഏതാണ്? -15/s+1 ഇൻറ്റു യു ഓഫ് എസ് എന്ന് പറയുന്ന ടേം എടുക്കുന്നു. ഇതിനെ എഗെയിൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുന്നു. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്ത് വേരിയബിൾ അസൈൻ ചെയ്യുന്നു. വേരിയബിൾ അസൈൻ ചെയ്യുമ്പോൾ x2 ഓഫ് എസിന് നമ്മൾ എന്ത് കൊടുക്കുന്നു? x1 ഓഫ് ടി ആണ് എന്ത് x1 എന്ന് കൊടുത്തത്. അപ്പൊ ഇവിടുത്തെ x2 ഓഫ് ടിക്ക് എന്ത് കൊടുക്കണം? നമ്മൾ x2 എന്ന് വേണം കൊടുക്കാൻ. പുതിയ വേരിയബിൾ x2 അസൈൻ ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യണം? എസിന്റെ ടേമിൽ എന്ത് കൊടുക്കും? x2 ഡോട്ട് എന്ന് കൊടുക്കും. അതായത് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ഇവിടെ ആ സ്റ്റെപ്പ് എഴുതിയിട്ടില്ലെന്ന് മാത്രം. x2 ഡോട്ട് വിച്ച് ഇസ് ഈക്വൽ ടു ഈ ടേം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പൊ x2 ഡോട്ട് എന്താണെന്ന് കിട്ടുന്നു. അതേപോലെ മൂന്നാമത്തെ ടേം എടുക്കുന്നു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്ത് വേരിയബിൾ അസൈൻ ചെയ്യുന്നു. ഈ ചെയ്ത പ്രൊസീജിയർ ഒന്നുകൂടെ ചെയ്യുമ്പോൾ x3 ഡോട്ട് ഇസ് ഈക്വൽ ടു മൈനസ് ഈ ടേം ഇങ്ങോട്ടേക്ക് പോകും, -3x3 + 5/3u. അപ്പോൾ നമുക്ക് 3 ഇക്വേഷൻ കിട്ടി. x1 ഡോട്ട് x2 ഡോട്ട് x3 ഡോട്ട് സിമ്പിൾ ആയിട്ട് എഴുതാം. x1 ഡോട്ട് x2 ഡോട്ട് x3 ഡോട്ട് ax plus bu. x എന്താണ്? x1 x2 x3 ആണ്. അപ്പോൾ a ഇൻറ്റു a എങ്ങനെ എഴുതണം? ഈ ഓരോന്നിലും കിട്ടിയത് തന്നെ. x1 ഡോട്ടിൽ x1 x2 x3 ടേം ഉണ്ടോ? ഇല്ല. സോ ഇതെല്ലാം 0 ആയി പോയി. ഇൻറ്റു x1. ഇനി x2 ഡോട്ടിൽ എന്താണ്? -x2. x2യുടെ കോഎഫിഷ്യന്റ് മാത്രം -1, മറ്റേത് രണ്ടും 0 ആണ്. x3യുടെ കേസിലോ -3x3. അപ്പോൾ x3യുടെ കോഎഫിഷ്യന്റ് മാത്രം -3, ബാക്കി രണ്ടും 0 ആണ്. ഇനി യുടെ ടേംസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കേസിൽ 40/3 ഇൻറ്റു യു ഉണ്ട്, സെക്കൻഡ് കേസിൽ -15 ഉണ്ട്, തേർഡ് കേസിൽ 5/3 ഇൻറ്റു യു ഉണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ് ഇക്വേഷൻ. ഇനി ഔട്ട്പുട്ട് ഇക്വേഷൻ എങ്ങനെ കാണും? ഔട്ട്പുട്ട് y ഓഫ് എസ് ഇസ് ഈക്വൽ ടു x1 ഓഫ് എസ് പ്ലസ് x2 ഓഫ് എസ് പ്ലസ് x3 ഓഫ് എസ് എന്ന് പറഞ്ഞ് നമ്മളിവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് ഇതിന്റെ അപ്പോൾ y ഓഫ് ടി എന്താണ്? y ഓഫ് ടി ഇസ് ഈക്വൽ ടു x1 ഓഫ് ടി പ്ലസ് x2 ഓഫ് ടി പ്ലസ് x3 ഓഫ് ടി ആണല്ലോ. സോ അപ്പോൾ x1 പ്ലസ് x2 പ്ലസ് x3 ആണ്. സോ 1 1 1 x1 x2 x3. ഇതാണ് ഇങ്ങനെ ഒരു മെത്തേഡ്. ഇതാണ് ടൈപ്പ് 3 എന്ന് പറയുന്ന മെത്തേഡ്. ഇതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്, ഹോംവർക്ക് ആയിട്ട് ചെയ്യും. ഡിറ്റർമൈൻ ദ കാനോനിക്കൽ മോഡൽ ഓഫ് ദ സിസ്റ്റം. T of s is equal to 2 into s plus 5 by s plus 2 into s plus 3 into s plus 4. ABC കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് മോഡലും ഔട്ട്പുട്ട് മോഡലും സ്റ്റേറ്റ് ഇക്വേഷനും ഔട്ട്പുട്ട് ഇക്വേഷനും ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ ചെയ്ത് നോക്കാം. താങ്ക് യു.